പ്രിയ ദൈവമക്കളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം എന്ന ഈ യൂട്യൂബ് ചാനലിലെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നു നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി നമ്മെ വിളിക്കുന്ന അത്ഭുതകരമായ ഈ സന്ദേശം, ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ പുതിയ പ്രഭാതം കർത്താവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ ധ്യാനിക്കുവാൻ പോകുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനുള്ള വചനമായി പ്രവർത്തിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സ് തുറന്നു നൽകണമേ. നിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ധ്യാനം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവേ അനുഗ്രഹിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ, ആമേൻ. നമുക്ക് ഇന്നത്തെ തിരുവചന ഭാഗം ഒന്ന് വായിക്കാം. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിൽ എത്തി. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിന് എതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറിച്ചു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്യുകയും നിങ്ങളെ കഴുകന്മാരുടെ ചിറകുകളിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്കു കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതാണ്. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വം വിശുദ്ധ ജനവുമാകും. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വിശുദ്ധമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു. അപ്പോൾ സീനായി പർവ്വതത്തിൻ്റെ സമീപത്ത് ദൈവം അവരോട് ഒരു പ്രത്യേക സന്ദേശം പറയുന്നു. ദൈവം ആദ്യം അവരെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത് പോലെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ സത്യമുണ്ട്. ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിക്കാനല്ല ആദ്യം സമീപിക്കുന്നത്, സ്നേഹത്തോടെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നീ എനിക്ക് വിശേഷ സമ്പത്താണ്, അങ്ങനെയാണ് ദൈവം പറയുന്നത്. ദൈവം നമ്മെ വെറും ഒരു മനുഷ്യനായി കാണുന്നില്ല. അവൻ തിരഞ്ഞെടുത്ത ജനമായി നമ്മെ കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധിയോടും അനുസരണത്തോടും കൂടിയുള്ളതായിരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ജീവിതം നയിക്കണം. ഇന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തോടുള്ള ബന്ധം ഒരു മതപരമായ കാര്യം മാത്രമല്ല, അത് സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒരു ഉടമ്പടി കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി ജീവിക്കുവാൻ നമുക്കിന്ന് തീരുമാനിക്കാം. പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു.
ഞങ്ങളെ നിന്റെ വിശേഷ സമ്പത്തായി വിളിച്ചതിനായിട്ട് നന്ദി പറയുന്നു. നിന്റെ വാക്ക് അനുസരിക്കുന്ന ഹൃദയം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിന്റെ വഴികളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഈ വചനം ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവരെ കർത്താവെ സൗഖ്യമാക്കണമേ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് അവിടുന്ന് സമാധാനം നൽകണമേ. ഇന്ന് മുഴുവൻ ഞങ്ങളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ വിശേഷ സമ്പത്തായി ജീവിക്കുവാൻ നമ്മെ വിളിക്കുന്ന ശക്തമായ സന്ദേശമാണ് ഇന്നത്തെ ധ്യാനത്തിലൂടെ നമ്മൾ പഠിച്ചത്. ഈ വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ.